അപ്പൊ സാറേ ക്രമവൽക്കരിക്കേണ്ടി വരും. അയ്യോ സാറ് അങ്ങനെ പറയില്ലേ സാറേ. ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റണേ? ഞങ്ങൾ ഏതോ നാട്ടിൽ പോയി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? അവിടുന്ന് കൊണ്ടുവന്ന തുച്ഛമായ പൈസ. അതുകൊണ്ടാണ് വല്ല ടിവിയോ വാഷിംഗ് മെഷീനൊക്കെ നന്നാക്കി ഇവിടെ ജീവിക്കാന്ന് വിചാരിച്ചത്. ഇനി അന്യനാട്ടിലേക്ക് ഞങ്ങളെ വിടല്ലേ സാറേ. ഞങ്ങൾ ഈ സ്വന്തം നാട്ടിൽ കിടന്നോളാം. അതിനിപ്പം നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞ് പൊളിക്കേണ്ടി വരൂലേ സാറ് പറഞ്ഞിപ്പ? ക്രമവൽക്കരിക്കണമെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നടത്തി തരാന്നാ പറഞ്ഞത്. അപ്പൊ പൊളിക്കലല്ലേ? പിന്നെ ഭ്രാന്ത് പറയല, അവർക്ക് അറിഞ്ഞൂടെ സാർ. ക്രമവൽക്കരിച്ചതിനുള്ള അതെ ക്രമവൽക്കരിക്കണതിന്റെ പ്രശ്നം. നിങ്ങൾ ഇത് എത്ര നാളായി ഇത് പണിഞ്ഞിട്ട് അത് പറയും? ഇതിപ്പോ 1 മാസമേ ഉള്ളൂ. അപ്പൊ പിന്നെ പണി പാലും വെള്ളത്തിൽ തന്നെ. 2019 മുമ്പോട്ടുള്ളത് വല്ലതും ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് അതിനൊന്ന് ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷെ ഇത് പുതിയതാകുമ്പോൾ ഒന്നും ചെയ്യാക്കൂല. സാറൊരു കാര്യം ചെയ്യും, ഇത് ഇപ്പോഴാണ് പണിതെന്ന് വേറെ ആരോടും പറയണ്ട. 2019 പറഞ്ഞു, നമുക്ക് കുഴപ്പമില്ല. എന്നാ പിന്നെ നമ്പറും കൂടെ നിങ്ങൾക്ക് ഒരു ഫോമലായിട്ട് അവിടെ എഴുതി വെച്ചൂടെ? നമ്പറൊക്കെ ഇട്ട് സെറ്റാക്കി. KCB എന്ന് പറഞ്ഞ റെസീറ്റ്. അതാണ്, അങ്ങനെയൊക്കെ കുറെ നൂലാമാലകളുണ്ട്. അതുകൊണ്ട് ഒന്ന് ഭാര്യയ്ക്ക് പറഞ്ഞു, ഭാര്യ തന്നെയല്ലേ അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഒരിടത്തുനിന്ന് ഈ നമ്പർ കിട്ടിയാലും അവിടുത്തെ അടുത്ത ഒരു ആവശ്യത്തിന് പോകുമ്പോൾ നമ്പർ ഇട്ട്, പിന്നെ വാട്ടർ അതോറിറ്റി വെള്ളം വേണമെങ്കിൽ അതിന് നമ്പർ വേണം. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ പഴയ പോലത്തെ കളിയൊന്നും നടക്കൂല. പിന്നെ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എഞ്ചിനീയർ ഒന്ന് കാണണമെന്നായിരിക്കും. എന്നപ്പൊ തന്നെ പോയി കാണാൻ വൈകണ്ട. ഇല്ല, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എഞ്ചിനീയർ അവിടെ ഇല്ല. എഞ്ചിനീയർ പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക് പോയി. എന്നാ വീട്ടിൽ പോയി കാണാം. എന്നാ വീട്ടിൽ കാണാം സാറേ. അയ്യോ, അയാള് പെൻഷനായി പോയി, ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി. അപ്പൊ എന്ത് ചെയ്യും? പുതിയ ആള് വരണം. എപ്പോ വരും? അതാണ് ഞങ്ങളും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എപ്പോ വരും? ഇവിടെ കുറെ പേര് പെൻഷനായി പോയി, അവരൊക്കെ വരാൻ വേണ്ടി. എന്ത് വർത്താനമാണ് സാറേ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സാറ് വിളിച്ചിട്ട് പുള്ളിയോട് പറ 14-ാം തീയതിക്ക് മുമ്പ് വരണം. 14-ാം തീയതി 9-നും 10-നും ഇടയ്ക്കാണ് ഞങ്ങളുടെ ഉദ്ഘാടനം വെച്ചേക്കണം. അതിന് മുമ്പ് ഇതൊക്കെ ശരിയാലല്ലേ നടക്കുള്ളൂ. പെൻഷനായി പോയാണ് അയാൾ വന്നിട്ട് എന്താ കാര്യം? പുതിയ ആളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതെ, ഒരു കാര്യം ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നതിനേക്കാളും പെങ്ങൾ ചെന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസുണ്ട്, അവിടെ ചെന്നിട്ട് നേരിട്ടൊന്ന് പോയി അവിടെ ഇങ്ങനെ ഒരു ആവശ്യം പറയാം, ഞങ്ങൾക്കിങ്ങനെ ഉദ്ഘാടനം ചെയ്യാനാണെന്ന്. അതും പറഞ്ഞ് മുഖ്യമന്ത്രിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചോ. സാറിന്റെ ആളെ കളിയാക്കിയാണ്. ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ മെയ് 31-ന് പെൻഷനായി പോകുന്നു നിങ്ങളുടെ മുകളിലെ സാർമാർക്ക് അറിയില്ലേ? അറിയാലോ, അതുകൊണ്ടാണല്ലോ ഇവിടെ വലിയ ആഘോഷം, സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ നടത്തുന്നത്. ആഘോഷവും സെൻഡ് ഓഫും അല്ല, അതിന് പകരം ആളെ നിയമിക്കണ്ടേ? അങ്ങനെ ചോദിക്ക്, പകരം ആളെ നിയമിക്കണ്ടേ? അത് ഞങ്ങളാ? പിന്നെ ഞാനാ? പിന്നാരാ? മേളിലിരിക്കണവരാ. എന്റെ സാറെ, നിങ്ങൾ ഇങ്ങനെയിട്ട് പീട്ടിയാ ഞങ്ങളെ പോലത്തെ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ആര് നടത്തി തരും? എന്റെ പൊന്നു കൂട്ടുകാരാ, ഈ ഓഫീസിൽ നിന്ന് ഒരാളല്ല 5 പേരാണ് കഴിഞ്ഞ മാസം പിരിഞ്ഞു പോയത്. അതിന് പകരം ആളെ നിയമിക്കണ്ടേ? അത് വേണ്ടേ? ഈ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ 2-3 ഓഫീസിൽ പോയപ്പോഴും ഇത് തന്നെയാണ് കൃഷി. ഞങ്ങളാണ് നിയമിക്കേണ്ടത്, സർക്കാർ നിയമിക്കണ്ടേ? സർക്കാരിനോട് ചോദിക്കണം. അല്ല, സാറെന്നാണ് ഇവിടുന്ന് റിട്ടയർഡ് ആവണ? ഞാൻ ഒരു 5 കൊല്ലം കൂടി ഉണ്ട്. ആണോ സാറാ? എനിക്കൊരു 7 കൊല്ലം ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിയുമ്പോ ഒരു താഴെ മേടിച്ച് ഇത് പൂട്ടിയിട്ടുണ്ട് പോ. വെറുതെ ഇവിടെ ഇങ്ങനെ ഇത് പീട്ടണ്ട. നീ വന്നേ നടക്കൂല.